വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ അഡ്മിഷൻ എടുത്തുള്ള കുട്ടികളുടെ അടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്പർ 1, ഇതുവരെ MCOM എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ സെമസ്റ്റർ കഴിഞ്ഞ് അതിൻ്റെ എക്സാം, പിന്നെ അടുത്ത സെമസ്റ്റർ അതിൻ്റെ എക്സാം, അങ്ങനെയായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഇൻടേക്ക് മുതൽ ആ ഒരു സിസ്റ്റം മാറ്റി യൂണിവേഴ്സിറ്റി. ഇപ്രാവശ്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും കൂടി ഒരുമിച്ചാണ് 10 എക്സാംസ്. ഫസ്റ്റ് സെമസ്റ്ററിൽ 5 പേപ്പർ ഉണ്ട്, സെക്കൻഡ് സെമസ്റ്ററിൽ 5 പേപ്പർ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 10 സബ്ജക്ട്സിൻ്റെ എക്സാംസ് മെയ് ജൂൺ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെ കുട്ടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഫെബ്രുവരി മാർച്ചിലാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർച്ചൊക്കെ ആയിപ്പോൾ അവരുടെ എക്സാംസ് മുഴുവൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സെമസ്റ്റർ ആയിട്ടാണ് എക്സാം എടുത്തതെങ്കിൽ ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ എക്സാം ശരിക്കും വരേണ്ടതാണ്. അപ്പോൾ കുട്ടികൾക്ക് എക്സാം എഴുതാൻ സപ്പോർട്ടീവ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇയർ ബേസ് ആക്കി മാറ്റിയ. ഇയർ ബേസ് എന്ന് പറഞ്ഞാൽ 2 സെമസ്റ്ററിനെയും കൂടി ഒരുമിച്ചാക്കി മാറ്റിയ. ബട്ട് അവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പല കുട്ടികളും എക്സാം മെയിലല്ലേ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ബുക്ക് ഇതുവരെയായിട്ട് തൊട്ടിട്ടും കൂടിയില്ല. ബുക്ക് തുറന്ന് നോക്കാത്ത ഒരുപാട് കുട്ടികളാണല്ലേ. നിങ്ങൾ മനസ്സിലാക്കണം, ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരുപാട് പഠിക്കാനുണ്ട്, കുറച്ചൊന്നല്ല. സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുമ്പോൾ അതിൻ്റെ ടഫ്നെസ് എന്ന് പറയുന്നത് കൂടുതലോ. അപ്പോൾ 10 പേപ്പർ മൊത്തം എക്സാമിൻ്റെ ജസ്റ്റ് ഇപ്പോൾ 1 വീക്ക് മുമ്പ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ആ ഒരു ടൈമിൽ തുടങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇത് നടപടിയാവുന്ന പരിപാടിയല്ല. സപ്ലി ഒരുപാട് അവിടെ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കണം. കാരണം ഇപ്പോൾ ഫെബ്രുവരി അറിയാലോ, പെട്ടെന്ന് കഴിയും. മെയ് മാസത്തിലെ എക്സാം. അപ്പോൾ ഫെബ്രുവരി ഇപ്പോൾ കഴിയും, ദെൻ മാർച്ച് ഏപ്രിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-2.5 മാസം മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ള എക്സാമിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു, സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഇനി രജിസ്ട്രേഷൻ വേഗം വരും. അത് രജിസ്റ്റർ ചെയ്യണമല്ലോ നിങ്ങൾക്ക് നെക്സ്റ്റ്. ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ മാത്രമാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ രജിസ്ട്രേഷൻ വിളിക്കും, അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ എക്സാം ആവും. ദെൻ ഫസ്റ്റ് സെമസ്റ്റർ മെയ് കഴിഞ്ഞാൽ ജൂണിലായിരിക്കും ഈ പറയുന്ന സെക്കൻഡ് സെമസ്റ്റർ എക്സാം വരാ. അതൊക്കെ അവർ നടത്തേണ്ട സമയത്ത് നടത്തും. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫസ്റ്റിൻ്റെ പഠിച്ചു കഴിഞ്ഞ് ഇനി സെക്കൻഡിൻ്റെ പഠിക്കേണ്ട ടൈമാണ് ഇനി ആയിട്ടുള്ള. ഫസ്റ്റ് നിങ്ങൾ തൊട്ടിട്ടില്ല, ഒരു സെമസ്റ്റർ കഴിഞ്ഞു. ജൂലൈയിൽ അഡ്മിഷൻ ഉള്ള കുട്ടികൾക്ക് ഇത്ര സമയം ശരിക്കും കിട്ടി എന്നുള്ളതാണ്. ബട്ട് നിങ്ങൾ ആ കൂടിയിട്ട് അസൈൻമെൻറ്റ് എഴുതൽ മാത്രമേ പലരും ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് വലിയൊരു പ്രോബ്ലത്തിലോട്ടായിരിക്കും നയിക്കുക. അങ്ങനെ ഒരു പ്രശ്നത്തിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ പഠനം എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ് വീഡിയോസ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 5 പേപ്പർ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ MCOM സ്റ്റുഡൻസിന് വരുന്നുണ്ട്. പ്രാക്ടിക്കൽ ടാക്സേഷൻ പ്രോബ്ലം പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും ഡെപ്തിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇനിയും ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് കുട്ടികൾക്ക് ദോഷം ചെയ്യും. ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നു, ഇപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായോ. അപ്പോൾ ഞാൻ യൂഷ്വലി സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് ഒരു സ്റ്റഡി പ്ലാനൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുക, 3rd സെമസ്റ്ററിൻ്റെ. അതുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ സപ്ലി ലഭിക്കാതിരിക്കണമെങ്കിൽ പഠനം ആരംഭിക്കുക. ദെൻ നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 പേപ്പേഴ്സിൻ്റെയും ക്ലാസ്സസ്, നോട്ട്സ് ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പഠനം ആരംഭിച്ചിട്ടില്ലെങ്കിൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ തുടങ്ങിയാൽ തന്നെ ഫസ്റ്റിൻ്റെ പഠിച്ചു കഴിയില്ല, കാരണം അത്രത്തോളം ഉണ്ട്. സെക്കൻഡും 5 പേപ്പേഴ്സ് അവിടെ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.